സഞ്ചാരിയുടെ ഡയറി കുറിപ്പുകളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത്തവണയും പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ്. എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശ്രീ ബൈജു എൻ നായർ. അടുത്തൊരു ചോദ്യം സ്ഥിരമായിട്ട് ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്നതും വിവാദങ്ങൾ ഉണ്ടാകുന്നതുമായൊരു ചോദ്യമാണ്. അതായത് നമ്മൾ കേരളം ഇത്രയധികം വിദ്യാസമ്പന്നരൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ തന്നെ ഒരു അടിസ്ഥാന വികസനം ഇവിടെ നടക്കാത്തത്? ഒരു ചോദ്യം. അല്ലെങ്കിൽ വികസനത്തിന് വിദ്യാഭ്യാസം അടിസ്ഥാനമല്ലേ? മൂസി VKD ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കുറേ വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, ജനസാന്ദ്രത കൂടിയൊരു പ്രദേശം എന്ന നിലയിൽ ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികാസനം, ഇപ്പോൾ ഒരു ഹൈസ്പീഡ് ട്രെയിൻ അല്ലേ, കേരയിൽ എന്ന് പറഞ്ഞൊരു പദ്ധതി വരുമ്പോൾ തന്നെ ഇപ്പോൾ എതിർപ്പുകളായി. മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിൽ അങ്ങനെ ഒരു എതിർപ്പ് വരില്ല. ഈ എതിർപ്പ് ഈ ട്രെയിൻ വന്നാൽ അതിവേഗത്തിൽ ഞങ്ങൾക്ക് എത്തണ്ട എന്നുള്ള വാശി കൊണ്ടൊന്നും അല്ലല്ലോ. എൻ്റെ പറമ്പ് പോകും, അത്രേ ഉള്ളൂ കാര്യം. മറ്റൊരുത്തൻ്റെ പറമ്പിൽ കൂടെ പോകുന്നവരൊക്കെ ഇതിന് അനുകൂലവുമാണ്, സ്വന്തം പറമ്പിൽ കൂടെ പോകുന്നവരെല്ലാം ഇതിനെതിരുമാണ്. അത്രയേ ഉള്ളൂ ഇതിൻ്റെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം. അത് സ്വാഭാവികം. എൻ്റെ പറമ്പിൽ കൂടെ പോയാൽ ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും എതിർക്കും. ബൈജു എൻ നായർ വളരെ ആറ്റുനോറ്റ് വാങ്ങിച്ച ഒരു പറമ്പിന് നടുക്ക് വീട് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ നെഞ്ചത്തുകൂടിയാണ് ഈ ട്രെയിൻ പോകുന്നതെങ്കിൽ ബൈജു എൻ നായർ ആ കേരളയിലല്ല, അതിനേക്കാൾ മികച്ച ട്രെയിനാണെങ്കിൽ അതിൻ്റെ ശത്രുവായിരിക്കും, ഒരു സംശയവും വേണ്ട. അപ്പോൾ അത് സ്വാഭാവികമാണ്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ കുറേയും കൂടെ ജനസാന്ദ്രത കുറവാണ്, ഇത്തരം സംവിധാനങ്ങൾ പോകാനുള്ള സ്ഥല ലഭ്യതയുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ വേണ്ടത് പണമാണ്. പണം എങ്ങനെയാണ് ഉണ്ടാവുക ഒരു സ്റ്റേറ്റിന്? പണ്ടാരോ പറഞ്ഞതുപോലെ സ്റ്റേറ്റ് കുറേ കറൻസി അങ്ങ് അടിച്ചു കൂട്ടിയാൽ പോരല്ലോ. ഒരു സ്റ്റേറ്റിൻ്റെ, ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഒരു ഭരണ സംവിധാനം, ഒരു ഗവൺമെൻറ്റിൻ്റെ വരുമാനം എന്ന് പറയുന്നത് ടാക്സാണ്. അപ്പോൾ ടാക്സ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇവിടെ ഉൽപ്പാദനം നടക്കണം, ഈ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ മറ്റേതെങ്കിലും നാട്ടിൽ വിൽക്കണം, അവിടെ നിന്നുള്ള പണം ഈ കേരളത്തിനകത്തേക്ക് വരണം. അല്ലാതെ കേരളത്തിൽ ഉൽപ്പാദനം നടത്തി കേരളത്തിലുള്ളവർ തന്നെ അത് വാങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിലെ പണലഭ്യത കൂടുന്നില്ല. നമുക്കിതുവരെ പിടിച്ചു നിന്നത് ഗൾഫിൽ നിന്ന്, മറ്റു രാജ്യങ്ങളായ ഗൾഫ് നാടുകളിൽ നിന്ന്, വിദേശത്തു നിന്ന് ഇങ്ങോട്ട് പണം ഒഴുകി വന്നു. ആ പണത്തിൻ്റെ ലഭ്യത കൊണ്ടാണ് നമ്മൾ പിടിച്ചു നിന്നത്. അതുകൊണ്ട് നമ്മുടെ കുടുംബം കഴിഞ്ഞു പോകാനുള്ള പൈസ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ കേരളത്തിൽ വ്യവസായങ്ങൾ വളരുകയും ഇവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് വിൽക്കുകയും ചെയ്യുമ്പോൾ ആ രാജ്യത്തെ കറൻസി കേരളത്തിലേക്ക് വരും. അപ്പം നമ്മുടെ പണലഭ്യത കൂടും. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ 4-5 അംഗങ്ങളുണ്ട്. ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് എൻ്റെ മകൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയും മകൻ ആ പൈസ എടുത്ത് മകളുടെ കയ്യിലേക്ക് കൊടുക്കുകയും മകൾ ആ പൈസ എടുത്ത് അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുകയും ചെയ്താൽ എൻ്റെ വീട്ടിലെ പണലഭ്യത കൂടുന്നില്ലെന്ന് പറഞ്ഞ പോലെയാണ് ഈ സ്ഥിതി. എന്നാൽ അയൽവക്കത്തെ വീട്ടിൽ നിന്ന് കുറേ പണം എൻ്റെ വീട്ടിലേക്ക് വന്നാൽ എൻ്റെ വീട്ടിൽ സമ്പത്ത് കൂടും. ഇതേ കാര്യം തന്നെയാണ് ഒരു സ്റ്റേറ്റിൽ നടക്കേണ്ടത്. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിദേശ രാജ്യങ്ങളിൽ വിൽക്കാൻ കഴിയുന്ന വ്യവസായികളെ സൃഷ്ടിക്കണം, അവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ അവർ ഇവിടെ മാനുഫാക്ചർ ചെയ്ത് മറ്റു രാജ്യങ്ങളിൽ വിറ്റ് ആ പണം, അതിൻ്റെ ടാക്സ് 30% ടാക്സ് കേരള സർക്കാരിലേക്ക് എത്തിക്കുകയും സർക്കാരിന് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ വ്യവസായങ്ങളെ വളർത്തുക അല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. സ്റ്റേറ്റ് ഓണ്ടായ വ്യവസായങ്ങൾക്ക് എത്ര നാൾ പിടിച്ചു നിൽക്കാൻ പറ്റും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ലോകത്തൊന്നും സ്റ്റേറ്റ് ഓണ്ടായ വ്യവസായങ്ങളിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളല്ല നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്നും തന്നെ. നമ്മളൊരു ലിസ്റ്റ് എടുത്ത് നോക്കും, നമ്മൾ ദൈനംദിനം ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഇതിലേതാണ് ഒരു രാഷ്ട്രം നിർമ്മിച്ച ഒരു പൊതുമേഖലാ സ്ഥാപനം നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്നുള്ളത്? പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ പ്രോഡക്ട്സുകൾ, മൊബൈൽ ഫോൺ മുതൽ കമ്പ്യൂട്ടർ മുതൽ ടെലിവിഷൻ മുതൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ മുതൽ വസ്ത്രം മുതൽ നമ്മുടെ നിത്യോപയോഗ വസ്തുക്കൾ ഏതാണുള്ളത്? അപ്പോൾ ഇതെല്ലാം ലോകത്ത് അങ്ങനെയാണ് സംഭവിക്കുന്നത്. സമ്പന്ന രാജ്യങ്ങൾ സമ്പന്നരായത് അവിടുത്തെ വ്യവസായികളെ കൊണ്ടാണ്. അമേരിക്കൻ സർക്കാരിൻ്റെ പണമല്ല. അമേരിക്ക ലോകം മുഴുവൻ വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾ, അവരുടെ ആയുധങ്ങൾ മുതൽ എല്ലാം നിർമ്മിക്കുന്നത് സ്വകാര്യ വ്യവസായികളാണ്. അപ്പോൾ ഈ സ്വകാര്യ മേഖലയെ വളർത്തുക എന്നത് മാത്രമാണ് സ്റ്റേറ്റിന് സമ്പത്തുണ്ടാക്കാനുള്ള ഏക മാർഗം. അത് കേരളം പോലുള്ള സംസ്ഥാനങ്ങളും തിരിച്ചറിയാൻ വളരെ വൈകി. നമ്മുടെ വിലയേറിയ ഒരു 50 വർഷം നമ്മൾ ചില പ്രത്യേക ശാസ്ത്രങ്ങളിൽ വിശ്വസിച്ച് നമ്മൾ ചില ആളുകളെ ശത്രുക്കളായി പ്രഖ്യാപിച്ചുകൊണ്ട് പോരാടി നിന്നു. ആ സമയം കൊണ്ട് ബാക്കി സ്റ്റേറ്റുകളെല്ലാം വളർന്നുപോയി. തമിഴ്നാടിനും ആന്ധ്രാപ്രദേശിനും ഒക്കെ അവരുടെ വ്യവസായത്തിൻ്റെ വലിയൊരു പിൻബലമുണ്ട് ഏത് കാര്യം ചെയ്യാനും. അതുകൊണ്ടാണ് ഇവിടുന്ന് വ്യവസായികളെ വലിയ സബ്സിഡിയൊക്കെ കൊടുത്ത് അവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്കത് ചെയ്യാനുള്ള കരുത്തില്ല. എന്തുകൊണ്ട് കരുത്തില്ല? ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെ കുഴപ്പം കൊണ്ടല്ലത്. ഇതിനു മുമ്പുണ്ടായിരുന്ന ഗവൺമെൻറ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ മനോഭാവം അങ്ങനെയായിരുന്നു. അപ്പോൾ അത് മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഗവൺമെൻറ്റിന് ഒരു റഫറിയുടെ ജോലിയാണ്. ഈ വ്യവസായികൾ മര്യാദകേട് കാണിക്കുന്നുണ്ടെങ്കിൽ, നിയമം തെറ്റിക്കുന്നുണ്ടെങ്കിൽ ആ റഫറിക്ക് വിസിലടിക്കാം, അവരെ അയോഗ്യരാക്കാം, അവരെ പണിഷ് ചെയ്യാം, അവരെ വേണ്ടി വന്നാൽ പിടിച്ച് ജയിലിലിടാനുള്ള വ്യവസ്ഥകളുണ്ട് ഇന്ത്യൻ ഭരണം. അത് ഉപയോഗിച്ചാൽ മതി. അല്ലാതെ അവരെ വേണ്ട എന്ന ചിന്തയല്ല വേണ്ടത്. മലയാളി സമൂഹത്തിലും ആ മനോഭാവം മാറേണ്ടത്. നമ്മുടെ പൊതുസമൂഹത്തിൽ ഇവരോടൊരു വൈരാഗ്യ ബുദ്ധി ഉണ്ടാകുന്ന ഒരു മനോഭാവം എങ്ങനെയൊക്കെയോ വർഷങ്ങൾ കൊണ്ട് വളർന്നു വന്നു. അതും വളരെ തെറ്റായൊരു കാര്യം. അപ്പോൾ അടിസ്ഥാന സൗകര്യം വികസിക്കണമെങ്കിൽ വലിയ സംരംഭങ്ങൾ ഉണ്ടാവണം, അതിലൂടെ ഈ സ്റ്റേറ്റിലേക്ക് പണം ഉണ്ടാകണം. ആ പണമേ നമുക്ക് അടിസ്ഥാന സൗകര്യത്തിന് ഉപയോഗിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ലോകം മുഴുവൻ തെണ്ടി നടന്ന് നമുക്ക് കടം മേടിച്ച് വാരിക്കൂട്ടാം. എന്നിട്ട് നമ്മൾ തന്നെ സോഷ്യൽ മീഡിയയിലിടും, ഓരോ പൗരനും 1 ലക്ഷം രൂപ കടം
2 ലക്ഷം കുടം. ഈ കടം ഉണ്ടാക്കിയത് നമ്മൾ തന്നെയാണ്. നമ്മുടെ മനോഭാവമാണ് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അടുത്ത ചോദ്യം അയച്ചിരിക്കുന്നത് ഹരിപ്രീത് രഞ്ജിത്താണ്. ഇപ്പം സന്തോഷ് നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഫുഡിൻ്റെ കാര്യത്തിൽ വലിയ കൺട്രോളൊക്കെ വരുത്തിയിരിക്കുന്നു, ശരീരം വണ്ണം വയ്ക്കാതെ നോക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇനി അങ്ങനെ വരുമ്പോഴത്തേക്കും ഇനി വെളിയിലേക്കൊക്കെ സന്ദർശനം നടത്തുമ്പോൾ കുറച്ചുകൂടി സെലക്റ്റീവായിട്ടുള്ള ഫുഡ് പറ്റുകയുള്ളൂ. ഇപ്പോൾ ഈ ഹരിപ്രീതി ചോദിച്ച ചോദ്യം അങ്ങനെയാണ്, പല രാജ്യങ്ങളിലും സന്ദർശനം നടത്തിയപ്പോൾ ഭക്ഷണം ഒരു പ്രശ്നമായിരുന്നോ? ഭക്ഷണം ഒരു പ്രശ്നമല്ല, ഒരു സാധ്യതയായിരുന്നു എനിക്ക്. കാരണം ഭക്ഷണം പരമാവധി ഒരു വ്യത്യസ്തമായ ഒരു ഭക്ഷണം ഒരു നാട്ടിലുണ്ടെങ്കിൽ അത് ഞാൻ രുചിച്ച് നോക്കുകയെങ്കിലും ചെയ്യും. പക്ഷേ അതിനുവേണ്ടി ഒത്തിരി സമയം ഞാൻ സ്പെൻഡ് ചെയ്തിട്ടില്ല. പക്ഷേ വൈകുന്നേരങ്ങളിൽ ഞാൻ അവിടുത്തെ ഫുഡ് സ്ട്രീറ്റുകളിലേക്ക്, സാധാരണക്കാർ ഭക്ഷണം കഴിക്കുന്ന വഴിയോര കടകളിലേക്ക്, റെസ്റ്റോറൻറ്റുകളിലേക്കൊക്കെ പോകും. കഴിയുമെങ്കിൽ ഒരു നാട്ടിലെ ഭക്ഷണം കഴിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. പിന്നെ ഉച്ച സമയത്തും ഈ ഷൂട്ടിൻ്റെ ഇടവേളകളിലും ഒക്കെ ഞാൻ എന്തെങ്കിലും ഫാസ്റ്റായിട്ട് കഴിക്കാവുന്ന ഭക്ഷണം കഴിച്ച് പോകാറാണ് പതിവ്. അതുപോലെ നമ്മൾ കഴിക്കാത്ത പല സാധനങ്ങൾ, ഇപ്പോൾ പട്ടി, പാമ്പ്, ഒച്ച്, പ്രാണികൾ, ഇങ്ങനെയൊക്കെയുള്ള പല രാജ്യങ്ങളും കഴിക്കാറുണ്ട്. സന്തോഷം അതൊക്കെ നോക്കിയിട്ടുണ്ടോ, രുചിച്ച് നോക്കി? ഞാൻ പട്ടി കഴിച്ചിട്ടില്ല, പക്ഷേ പാമ്പിൻ്റെ ഒരു ചെറു കഷ്ണം കഴിച്ചിട്ടുണ്ട്, ഒച്ച് കഴിച്ചിട്ടുണ്ട്. എന്ത് പാമ്പായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? അത് ഞാൻ ഓർക്കുന്നില്ല, അത് എന്തോ വിഷമുള്ള ഇനമാണ്. ആണോ? അതങ്ങോട്ട് കിട്ടിയോ വിഷം? തൈവാനിൽ വെച്ചാണ് കഴിച്ചത്. പക്ഷേ ഈ വിഷമുള്ളത് ശരീരത്തിലല്ല, എൻ്റെ ആ ഗ്രന്ഥിയിൽ മാത്രമേ ഉള്ളൂ. എങ്ങനെയുണ്ട് ടേസ്റ്റ് പാമ്പിനെ കഴിച്ചിട്ട്? പാമ്പ് കഴിച്ചാൽ നമ്മൾ ചില ഇനം മത്സ്യം കഴിക്കുന്ന ഒരു ടേസ്റ്റ് അത്രേ ഉള്ളൂ. ഈ വാള എന്നൊക്കെ പറഞ്ഞ ചില മത്സ്യമില്ലേ, ഒരു മത്സ്യം കഴിച്ച പോലെ എനിക്ക് തോന്നിയുള്ളൂ. പിന്നെ ഒച്ചൊക്കെ ഭയങ്കര രസമുള്ള സാധനമല്ലേ. വിയറ്റ്നാമിലൊക്കെ പോയിട്ട് ഞങ്ങൾ ഒച്ച്, പിന്നെ നമ്മുടെ നാട്ടിലുള്ള ഈ ഞൗണിക്ക എന്നൊക്കെ പറഞ്ഞ സാധനമല്ലേ, ഈ കണ്ടത്തിലൊക്കെ ഉണ്ടായിരുന്നത്, പാടത്തിൽ, അതൊക്കെ അത് പക്ഷേ ഉണ്ടാക്കുന്ന കാണുമ്പോൾ നമുക്കൊരു സങ്കടം വരും. ഇവൻ ജീവനുള്ളതിനെടുത്ത് ഒരു തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അങ്ങ് പുഴുങ്ങുകയാണ്. പുഴുങ്ങി വേവിച്ച് അതിനകത്തോട്ട് കുറച്ച് എന്തൊക്കെയോ സ്പൈസസ് ഒക്കെ ഇട്ട് ഇതിനെ കോരി ഇങ്ങോട്ട് തരും. എന്നിട്ടൊരു ചെറിയ എന്താണ് ഈ ഒരു കൂർത്ത ഒരു കമ്പും കൂടെ തരും. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് കൊത്തിയെടുത്ത് ഒരു സോസിൽ മുക്കി നമ്മൾ കഴിക്കണം. അങ്ങനെയൊക്കെ വിയറ്റ്നാമിലൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. ഈ ഒച്ചൊക്കെ നിങ്ങൾക്ക് ചെമ്മീൻ കഴിക്കാമെങ്കിൽ പിന്നെ ഇത് ഏത് കഴിച്ചാൽ എന്താ? ഇതിൻ്റെ ഷേപ്പെല്ലാം ഒന്ന് തന്നെയല്ലേ. അപ്പം നമ്മുടെ മുൻവിധികളാണ് നമ്മൾ ഇത് കഴിക്കരുത്. നമുക്ക് തൊട്ട് മുമ്പുള്ള തലമുറ നമ്മളെ പഠിപ്പിച്ചു ഇത് കൊള്ളിയല്ല, ഇത് കൊള്ളും. പന്നിയെ കഴിക്കുന്നവന് പട്ടിയെ കഴിച്ചാൽ എന്താ? പലപ്പോഴും പട്ടി കുറേ കൂടെ വൃത്തിയുള്ള സ്ഥലങ്ങളിൽ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒന്നുമില്ലെങ്കിലും കുറച്ചൊരു ബുദ്ധിയുള്ളതിനല്ലേ. അപ്പോൾ ഇങ്ങനെ പല സ്ഥലത്തുനിന്നും പലതും കഴിച്ചിട്ട് ഏതെങ്കിലും ഒരു രാജ്യത്തെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷ് ഏതാണെന്ന് പെട്ടെന്ന് പറയാൻ പറ്റുമോ? അതെനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അത് ഫുഡി അല്ല ബേസിക്കലി അതുകൊണ്ട് ഞാൻ അങ്ങനെ ഫുഡിനെ, എന്നാൽ പൊതുവായി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചൈനീസ് ഫുഡ് എനിക്ക് വളരെ ഇഷ്ടമാണ്. ചൈനയിലെ വിചിത്ര ഭക്ഷണങ്ങളൊക്കെ ഞാൻ കഴിക്കും. അടുത്ത ചോദ്യം ആഷിഖ് കിഷോറാണ് അയച്ചിരിക്കുന്നത്. അത് ശരിക്കും നമ്മുടെ യുവാക്കളോട് എല്ലാവരോടും ആയിട്ടുള്ള ഉത്തരമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിലിപ്പോൾ ബൈക്കിൽ യാത്ര ചെയ്യുന്ന യുവാക്കളുടെ എണ്ണം വളരെ കൂടിയിട്ടുണ്ട്. അത് ഇവിടുന്ന് ലഡാക്കിലേക്കൊക്കെ ഒറ്റ യാത്രയാണ്. പലരും 10-25 വയസ്സൊക്കെയുള്ള ചെറുപ്പക്കാരായിരിക്കും. അപ്പം ആഷിഖിൻ്റെ ചോദ്യം അത് തന്നെയാണ്, ബൈക്കിൽ യാത്ര ചെയ്യുന്നവരോടായിട്ട് പറയാൻ അങ്ങേക്ക് എന്തെങ്കിലും സന്ദേശമുണ്ടോ? ബൈക്കിൽ യാത്ര ചെയ്യുന്നവർ തന്നെ വലിയ സന്ദേശമായിട്ടാണ് സഞ്ചരിക്കുന്നതെന്നാണ് പറയുന്നത് അല്ലേ, ദേശീയവൽക്കരണത്തിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിപ്പം നിർത്തി, ഇപ്പം എല്ലാവരും വെറുതെ പോകും അല്ലേ. ഒരിടയ്ക്ക് ഇങ്ങനെയാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു തീം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് കുറച്ച് ഓടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ പ്രത്യേകിച്ച് സന്ദേശമൊന്നുമില്ല, ഹെൽമെറ്റ് വെച്ച് ഓടിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളൊരു സന്ദേശം. സുരക്ഷാ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഈ ക്രേസി ആയിട്ടുള്ള ഓട്ടോ ഒക്കെ ഒന്ന് അവസാനിപ്പിച്ച് പിന്നെ ചെറിയ ചെറിയ ലെങ്തിൽ മാത്രം ഓടുക ഓരോ ദിവസവും. ഈ സ്ഥലം കാണാനും പഠിക്കാനും കൂടെ സമയം കണ്ടെത്തുക. അതായത് നമ്മൾ എത്ര ദിവസം കൊണ്ട് ലഡാക്കിൽ എത്തി എന്നുള്ളതല്ല, ലഡാക്ക് വരെ യാത്ര ചെയ്തിട്ട് നമ്മൾ എന്ത് കണ്ടു, എന്ത് അനുഭവിച്ചു എന്നുള്ളതാണ് പ്രശ്നം. ഈ ബൈക്ക് എന്ന് പറയുന്നത് നിങ്ങളെ ഒരു സ്ഥലത്ത് മറ്റൊരിടത്ത് എത്തിക്കുന്ന ഉപകരണം മാത്രമാണെന്ന് വിചാരിക്കുക. ഒരു കാഴ്ചയിൽ നിന്നും, ഒരനുഭവത്തിൽ നിന്നും മറ്റൊരു കാഴ്ചയിലേക്കും അനുഭവത്തിലേക്കും എത്തിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ് ബൈക്ക്. അടുത്ത ചോദ്യം അരുൺദേവാണ് ചോദിച്ചിരിക്കുന്നത്. അരുൺദേവ് ഗവൺമെൻറ് സർവീസിലെ LGS ആയി ജോലി ചെയ്യാൻ പോവുകയാണ്, ജോലി കിട്ടിയിരിക്കുന്ന ആളാണ്. ചോദ്യം ഇതാണ്, എനിക്ക് സഫാരി TVയുടെ ഭാഗമാകാൻ താല്പര്യമുണ്ട്, എന്താണ് അതിന് വേണ്ട ക്വാളിഫിക്കേഷൻ? ഞാൻ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്, ഏജ് 24, സ്വദേശം കൊല്ലം. ഒരു സർക്കാർ ജോലിക്ക് പകരം വെക്കാവുന്ന ഒന്നാണ് സഫാരിയിലെ ജോലിയെന്ന് ഒരിക്കലും ഞാൻ അഭിമാനിക്കുകയോ അവകാശപ്പെടുകയോ ചെയ്യില്ല. കാരണം ഇത് വ്യത്യസ്തമായൊരു പ്രവർത്തന മേഖലയാണ്. ഞാനും ഇപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇവിടെ വരുന്ന ഓരോ ആളും അവരുടെ ഇന്നലെ വരെയുള്ള ചിന്താഗതിയെ തന്നെ ആകെ മാറ്റി അവരിതിന് പ്രാപ്തരാണോ എന്ന് ആദ്യത്തെ ഒരു വർഷം കൊണ്ട് പരിശോധിച്ച് നോക്കുന്നൊരു സ്ഥാപനം കൂടിയാണ്. കാരണം ഇവിടെ വരുന്നവരെല്ലാം ഈ പറഞ്ഞ കാര്യത്തിൽ ഏറ്റവും മിടുക്കരായി മാറുന്നവരല്ല. ഇവിടെ വരുന്നത് എല്ലാം തികഞ്ഞ ആളുകളല്ല, പക്ഷേ ഇവിടെ പഠിക്കാൻ വേണ്ടി വരുന്നത്. ഈ വരുന്ന ഒരാൾ വിജയമാകുമോ പരാജയമാകുമോ എന്ന് എനിക്കൊരു ഗ്യാരണ്ടിയും തരാൻ പറ്റില്ല. കാരണം ഇത് വ്യത്യസ്തമായ ഒരു പ്രവർത്തന ശൈലി, ഒരു ടെലിവിഷൻ ചാനലിലെ ജോലി. അത് നിങ്ങൾ 1-2 വർഷം പ്രവർത്തിച്ച് കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് തന്നെ തോന്നുന്നത് ഇതല്ല എൻ്റെ ജോലിയെന്ന്.
അപ്പോൾ അതുകൊണ്ട് പക്ഷേ സർക്കാർ ഉദ്യോഗത്തിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് സുരക്ഷിതമായ ഒരു താവളം ചിലപ്പോൾ സർക്കാർ ഉദ്യോഗമായിരിക്കാം. പിന്നെ ജീവിതത്തിൽ ഏറ്റവും റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ അതൊക്കെ ഉപേക്ഷിച്ച് വന്നാൽ നമുക്കൊരു പരീക്ഷണം നടത്താം. ഞാനിവിടെ ഒരു ജോലി നിങ്ങൾക്ക് സ്ഥിരമായിട്ടുണ്ടാവുമെന്ന് ഒരിക്കലും ഗ്യാരണ്ടി ചെയ്യില്ല. കാരണം നിങ്ങൾ ഈ ചാനലിലെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ക്വാളിറ്റിയിൽ കൊടുക്കാൻ പ്രാപ്തനായ ഒരു പ്രൊഡ്യൂസറോ ഒരു ക്യാമറാമാനോ ഒരു എഡിറ്ററോ ഒരു ഗ്രാഫിക് ഡിസൈനറോ ഒക്കെ ആകുന്നില്ലെങ്കിൽ ഇവിടെ ഒരു അവസരവും ഉണ്ടാവില്ല. കാരണം നമ്മളുടെ പ്രതിബദ്ധത ഇത് കാണുന്ന പ്രേക്ഷകർ സംതൃപ്തരാവുക, അവർ എക്സൈറ്റഡ് ആവുക, ഈ പരിപാടിയിൽ ആകൃഷ്ടരാവുക, ഇത് ഗംഭീരമെന്ന് അവർ നിരന്തരം പറയുക. അതിന് പറ്റുന്നൊരു പ്രൂവിനെ എനിക്ക് ആവശ്യമുള്ളൂ. ഞാൻ പോലും അതിന് പ്രാപ്തനല്ലാതാവുമ്പോൾ ഞാൻ ഈ പണി നിർത്തണമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് പലരും ഈ ആഫ്രിക്കയിലെ ഓപ്പർച്യൂണിറ്റീസ് ധാരാളമായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. ആ ചോദ്യമാണിപ്പം യാഷിൻ ആലപ്പാട്ട് ചോദിച്ചിരിക്കുന്നത്. ആഫ്രിക്കൻ കൺട്രീസ് ഡെവലപ്പിംഗ് ആയതുകൊണ്ട് അവിടുത്തെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ്, പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ്, കൺസ്ട്രക്ഷൻ തുടങ്ങിയ കാര്യങ്ങൾ? ഞാനിങ്ങനെ ഓരോ രാജ്യത്തെയും, ആഫ്രിക്കൻ രാജ്യങ്ങളിലാണെങ്കിലും മറ്റു രാജ്യത്തെയാണെങ്കിലും ഓരോ മേഖല തിരിച്ച് പഠിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ വിമാനത്തിൽ വെച്ച് അല്ലെങ്കിൽ ആ നാട്ടിൽ വെച്ചൊക്കെ മലയാളികളെ കണ്ടുമുട്ടാറുണ്ട്. ഇപ്പോൾ പണ്ടൊക്കെ ഗൾഫിലേക്ക് പോകുന്നത് പോലെ, യൂറോപ്പിലേക്ക് പോകുന്നത് പോലെ ഇന്ന് എനിക്ക് തോന്നുന്ന എത്യോപ്യൻ എയർലൈൻസിലും കെനിയൻ എയർവേസിലും ഒക്കെ ഏറ്റവും കൂടുതൽ മലയാളികൾ യാത്ര ചെയ്യുന്നത് ഞാൻ കാണുന്നു. അവർ ടൂറിസ്റ്റുകളായിട്ട് പോകുന്നതാണെന്നാണ് പലപ്പോഴും ഞാൻ ചിന്തിച്ചിരുന്നത്. പക്ഷേ ഇവർ വന്ന് അടുത്ത് വന്ന് പരിചയപ്പെടുമ്പോൾ അവർ പറയുന്നു അവിടുത്തെ ഖനി ഇൻഡസ്ട്രിയിലേക്ക് അല്ലെങ്കിൽ പ്ലാന്റേഷൻ ഇൻഡസ്ട്രിയിലേക്ക് അല്ലെങ്കിൽ മറ്റ് പല നമ്മൾ ഈ നാട്ടിലുള്ള പോലത്തെയുള്ള മറ്റ് പല ഇൻഡസ്ട്രികളിലേക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ പോവുകയാണ്, അല്ലെങ്കിൽ അവർ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു, അവരുടെ സംരംഭങ്ങൾ അവിടെ നടത്തുന്നു എന്നൊക്കെ. അങ്ങനെ ധാരാളം ആളുകൾ അവിടേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ റയർ സ്റ്റോൺസിൻ്റെ പലതരം മൈനുകൾ നടത്തുന്ന ധാരാളം മലയാളികളെ എനിക്കറിയാം. അപ്പം ഭാവി വളരെ സാധ്യതയുള്ളതായതുകൊണ്ടായിരിക്കുമല്ലോ ധാരാളം ആളുകൾ അവിടേക്ക് പോകുന്നത്. പിന്നെ ആ നാട്ടിൽ റിസ്ക് എന്തൊക്കെയാണെന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അവിടുത്തെ ജനങ്ങൾ പൊതുവെ വലിയ കഠിനാധ്വാനികളൊന്നുമല്ല, സാധാരണഗതിയിൽ ചെറിയ ഉഴപ്പന്മാരാണ്. എന്തുമാത്രമല്ല ഇപ്പോഴും പിടിച്ചു പറയും, അത്യാവശ്യം നിയമലംഘന പരിപാടികളും ഒക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വിലയേറിയ വസ്തുക്കളൊക്കെ ആയിട്ട് പൊതുസ്ഥലത്ത് ആ സമയത്തൊക്കെ ചെല്ലുന്ന ആളുകളിൽ നിന്ന് പിടിച്ചു പറിക്കുക, കത്തി ചൂണ്ടി തട്ടിപ്പറിച്ചെടുക്കുക, വീടുകളിൽ മോഷണത്തിന് കയറുക, ഇതൊക്കെ ഇപ്പോഴും ഇത്തരം രാജ്യങ്ങളിലൊക്കെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് സുരക്ഷ ചെറിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്, പക്ഷേ വലിയ അവസരങ്ങളുണ്ട്. അതിൻ്റെ ഒരു കാരണം ഈ ജനങ്ങൾ കുറച്ച് ഉഴപ്പന്മാരാണ് എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അവസരങ്ങൾ കൂടുതലാണ്. അവിടെ സംരംഭകരൊക്കെ വലിയ തോതിൽ വളർന്നു വരുന്നില്ല. ചൈനീസ് സംരംഭകരും ഇന്ത്യയിൽ നിന്ന് ചെല്ലുന്ന സംരംഭകരും ഒക്കെയാണ് അവിടുത്തെ വ്യവസായ ലോകത്തെ ഇപ്പോഴും നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ വെല്ലുവിളികളെ നേരിടാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും ആഫ്രിക്ക വലിയൊരു സാധ്യതയാണ്. കാരണം വലിയ നാച്ചുറൽ റിസോഴ്സസ്, കൃഷിക്കുള്ള വലിയ സാധ്യതകൾ ഒക്കെയുള്ളൊരു നാടാണ്. വലിയ ഭൂഖണ്ഡമാണത്. അതുപോലെ തന്നെ വലിയൊരു വിപണിയും കൂടിയാണ്, വളർന്നു വരുന്ന വലിയൊരു വിപണി കൂടിയാണത്. നാളത്തെ ഒരു വിപണി എനിക്ക് തോന്നുന്നത് ഏറ്റവും വലുത് ആഫ്രിക്ക തന്നെയായിരിക്കും, ഏറ്റവും വളർച്ച ഉണ്ടാകുന്ന ഒരു മാർക്കറ്റ്. അടുത്ത ചോദ്യം വിപിൻ മോഹനാണ് കൊല്ലത്തുനിന്നും. അത് ശരിക്കും വിദേശ രാജ്യങ്ങളെല്ലാം പോയിട്ടുള്ളവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും. ഈ സ്ട്രീറ്റ് ഫുഡ് മാർക്കറ്റ്, നമ്മുടെ നാട്ടിലെ തട്ടുകടകൾക്കപ്പുറത്തേക്ക് ഒരു വലിയ ഒരു സ്ഥലം, പ്രദേശം മുഴുവനും സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങൾ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡുമായിരിക്കും. അപ്പോൾ സന്തോഷ് പല വിദേശ വീഡിയോകളിലും കാണിച്ചിട്ടുള്ള സ്ട്രീറ്റ് ഫുഡ് മാർക്കറ്റ് സംരംഭങ്ങൾ നമ്മുടെ കേരളത്തിലും വരണം എന്ന് തോന്നിയിട്ടില്ല. എന്താണ് അഭിപ്രായം? ഞാൻ ഓരോ എപ്പിസോഡിലും അത് ആ നാട്ടിലെ സ്ട്രീറ്റ് ഫുഡ് കാണിക്കുമ്പോൾ ഇതെന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ വരുന്നില്ല എന്ന് ചോദിക്കാറുണ്ട്. അത് പ്രേക്ഷകർ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം നമ്മളുടെ ടൂറിസത്തിൻ്റെ ഒരു പ്രശ്നം എന്താണ്? രാവിലെ ഇവിടെ വിദേശത്ത് നിന്ന് ഇവിടെ വരുന്ന ഒരു ടൂറിസ്റ്റിന് പകൽ സമയത്ത് പല ഡെസ്റ്റിനേഷനുകളിലേക്കും പോയി ഒരു 6 മണിക്ക് തിരിച്ച് ഹോട്ടലിലെത്തിയാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല. പിറ്റേ ദിവസം രാവിലെ 7 മണി വരെ കിടന്നുറങ്ങുക, ടി വി കാണുക. ഇവിടുത്തെ ടി വി അവർക്ക് കണ്ടിട്ട് വലിയ കാര്യവുമില്ല. അപ്പോൾ സത്യത്തിൽ ഇവരുടെ ഒരു യാത്രയുടെ പകുതി സമയം ഇവർ വേസ്റ്റ് ആക്കുക ചെയ്യുന്നത്. പക്ഷേ മറ്റ് ടൂറിസം വികസിച്ച നാടുകളിലെല്ലാം 24 അവേഴ്സും വേണമെങ്കിൽ ഒരാൾക്ക് ആക്റ്റീവ് ആകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്തോ അപകടം പിടിച്ചതും അശ്ലീലവുമാണെന്നാണ് നമ്മുടെ മനസ്സിലേക്ക്. ഈ നൈറ്റ് എന്ന വാക്ക് തന്നെ ഒരു പ്രശ്നമാണ് നമ്മൾ കരുതുന്നു. അതൊക്കെ ഒന്ന് മാറേണ്ട സമയം കഴിഞ്ഞു. നൈറ്റാണ് മനുഷ്യൻ്റെ ഏറ്റവും ആക്ടിവിറ്റിയുടെ സമയം, ഏറ്റവും എൻജോയ്മെൻറ്റിൻ്റെ സമയം. അത് ഈ ലൈംഗികതയായിട്ട് ചേർത്ത് നമ്മൾ നൈറ്റിനെ കാണുന്നതുകൊണ്ട് മാത്രമുള്ള ഒരു കുഴപ്പമാണിത്. അതുമാത്രമല്ല നൈറ്റിൽ നടക്കുന്നത്. നൈറ്റിൽ വേറെ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കച്ചവടം നടക്കുന്നുണ്ട്, ഭക്ഷണം നടക്കുന്നുണ്ട്, ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്, കലാപരിപാടികൾ നടക്കുന്നുണ്ട്, ഒത്തുചേരലുകൾ നടക്കുന്നുണ്ട്, മനുഷ്യർ പരസ്പരം മനസ്സ് തുറക്കുന്നുണ്ട്, ഹൃദയം കൈമാറുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, പ്രണയിക്കുന്നുണ്ട്. ഇതെല്ലാം രാത്രിയിൽ നടക്കാവുന്നതാണ്. മനുഷ്യൻ പകൽ സമയത്ത് ജോലി ചെയ്യുന്നു. ടൂറിസ്റ്റുകളാണെങ്കിൽ അവർ കാഴ്ചകൾ കാണാൻ പോകുന്നു, യാത്ര ചെയ്യുന്നു. തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ഇവർ ഉല്ലസിക്കുന്ന സമയം, ഇവരുടേതായി റിലാക്സ് ചെയ്യുന്ന സമയം ഈ വൈകുന്നേരങ്ങളിലാണ്. ഈ വൈകുന്നേരങ്ങളിൽ ഒരു കുളിയും കഴിഞ്ഞ് ഈ സ്ട്രീറ്റിലേക്ക് ഇറങ്ങിയാൽ ഒരു സ്ട്രീറ്റ് നിറയെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഭക്ഷ്യവൈവിധ്യങ്ങൾ നിരത്തി വെച്ചിരിക്കുകയും
അതിൽ നിന്ന് ഇഷ്ടമുള്ളതെല്ലാം രുചിച്ച് നോക്കി വാങ്ങിക്കഴിച്ച് അവിടെ ഇരുന്ന് ഭക്ഷണവും കഴിച്ച് ഒരു ചെറിയ കുപ്പി ബീറും വാങ്ങി അതും രസിച്ച് അങ്ങനെ കഥകൾ പറഞ്ഞിരിക്കുക എന്നുള്ളത് ഏത് ടൂറിസ്റ്റും ആഗ്രഹിക്കുന്നതാണ്. കേരളത്തിൽ നിർഭാഗ്യവശാൽ അതില്ലാത്തത് കൊണ്ടാണ് കേരളത്തിൽ ടൂറിസം ഇതുവരെ ക്ലച്ച് പിടിക്കാത്തത്. ക്ലച്ച് പിടിച്ചില്ല എന്ന് ഞാൻ പറയുമ്പോൾ അത് യഥാർത്ഥത്തിലുള്ളൊരു കാര്യമാണ്. നമ്മൾ വിയറ്റ്നാം പോലെ, തായ്ലൻഡ് പോലെ, മലേഷ്യ പോലെ, യൂറോപ്പിലെ വിവിധ രാജ്യങ്ങൾ പോലെ, അമേരിക്കയിലെ ഓരോ പട്ടണങ്ങൾ പോലെ, ലാറ്റിൻ അമേരിക്കയിലെ നിരവധി രാജ്യങ്ങളിലെ ടൂറിസം ഡെസ്റ്റിനേഷനുകൾ പോലെ നമ്മൾ താരതമ്യപ്പെടുത്തി നോക്കി ഈ സ്ഥലങ്ങളെയൊക്കെ നമ്മൾ താരതമ്യപ്പെടുത്തി നോക്കിയാൽ കേരളം അതിൽ എത്രയോ പിന്നിലാണ് ടൂറിസ്റ്റുകൾ വരുന്ന അളവിൽ. എന്നാൽ ടൂറിസം സാധ്യതകളുടെ കാര്യത്തിൽ വളരെ മുന്നിലുമാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് നമുക്ക് നൈറ്റ് ലൈഫ് ഇല്ല എന്നുള്ളതാണ്. എല്ലാ ആളുകളും പരാതിപ്പെടുന്ന ഒരു കാര്യമാണ് കേരളത്തിൽ നൈറ്റ് ലൈഫ് ഇല്ല, ഒരു ഫുഡ് സ്ട്രീറ്റ് ഇല്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, വൈകുന്നേരം കലാപരിപാടികൾ നടക്കുന്ന സ്ഥലങ്ങളില്ല, ആളുകൾ ഒത്തുചേരുന്ന സ്ഥലമില്ല, ചിരിക്കുന്ന മുഖങ്ങളെ കാണാനില്ല. 7 മണി കഴിയുന്നതോടെ ലൈറ്റും അടച്ച് കടയുടെ ഷട്ടർ വിട്ട് എല്ലാവരും വീട്ടിൽ പോകുന്നു. ഹർത്താൽ ബാധിച്ച ഒരു യുദ്ധം നടക്കുന്ന ഏതോ ഒരു രാജ്യത്തെത്തിയ പ്രതീതിയാണ്. ഇത് മാറ്റുക എന്നുള്ളതാണ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുകൾ അല്ലെങ്കിൽ മിനിസ്ട്രികൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം. അത് വ്യാപാരികളെ കൂടെ സജീവമാക്കണം. അതിനുവേണ്ടി സത്യത്തിൽ രാത്രി കൂടി കടകൾ തുറക്കുമ്പോൾ സജീവമാകുമ്പോൾ ഇവരുടെ കച്ചവടത്തിൻ്റെ ഒരു 1/3 കൂടി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും ചുരുങ്ങിയത് 50% വർധന ഉണ്ടാകും ബിസിനസ്സിൽ. അപ്പോൾ ഇതെല്ലായിടത്തും ഒരു ഉണർവുണ്ടാക്കും. ഇപ്പോൾ വൈകുന്നേരം തിരികെ എത്തിയ ഒരു ടൂറിസ്റ്റ് കുറച്ച് പണം കൂടെ കേരളത്തിൽ മുടക്കാം എന്ന് വിചാരിച്ചാൽ വേണ്ട, നീ വീട്ടിൽ അവിടെ മുറി കിടന്ന് ഉറങ്ങിയാൽ മതി എന്ന് പറയുന്ന സ്ഥിതിയാണ്. ഈ മാറ്റം വരണം. അടുത്തത് രഞ്ജിത്ത് രാജൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് എല്ലാവരും വാഹനം ഓടിച്ച് എല്ലാ സ്ഥലങ്ങളിലേക്കും പോകുന്ന ഒരു പതിവ് തുടങ്ങിയിട്ടുണ്ടല്ലോ. അതിൻ്റെ ഭാഗമായിട്ടാണ് ചോദ്യം. നോർത്ത് ഇന്ത്യയിലേക്ക് കാറിൽ 2 വയസ്സുള്ള മകളോടൊപ്പം യാത്ര പോകാൻ ആഗ്രഹിക്കുന്നു. പഞ്ചാബ്, രാജസ്ഥാൻ, ഡൽഹി ആണ് പ്രധാനമായും പോകാൻ പ്ലാൻ. ചിലവും പോകുന്ന ദിവസങ്ങളും കുറയ്ക്കാൻ താങ്കളുടെ അനുഭവത്തിൽ നിന്നും കുറച്ച് ടിപ്സ് പറയാമോ? പക്ഷേ കാർ ഓടിച്ച് പോകുമ്പോൾ ചിലവ് സ്വാഭാവികമായിട്ടും ഒരു കാർ ഓടിക്കുന്നതിൻ്റെ എന്താണെങ്കിലും വരും. അതിപ്പോൾ വലിയ തോതിൽ കുറയ്ക്കാൻ കഴിയില്ല. പിന്നെ നമുക്ക് ഹോം സ്റ്റേകൾ പോലെ Airbnb ഒക്കെ പോലുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്തി ഏറ്റവും ചിലവ് ചുരുങ്ങിയ താമസയിടങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. സ്വന്തം കാറിലാണ് പോകുന്നതെങ്കിൽ ഇപ്പോൾ സിറ്റിയുടെ പുറത്തോ ടൗണിൻ്റെ പുറത്തോ താമസിച്ചുകൊണ്ടും കുഴപ്പമില്ല. പിന്നെ ഭക്ഷണം കഴിവതും നമുക്ക് വഴിയോര ഭോജനശാലകളിൽ നിന്ന്, ധാബകൾ പോലുള്ള കടകളിൽ നിന്ന് കഴിച്ചാൽ ചിലവ് ചുരുങ്ങും. ഇതാണ് ചിലവ് ചുരുക്കാനുള്ള പ്രധാന കാര്യം. പിന്നെ 2 സമയം സേവ് ചെയ്യുക, മാനേജ് ചെയ്യുക. നിങ്ങൾ കൂടുതൽ ദിവസം ചിലവഴിക്കും തോറും ചിലവ് കൂടിക്കൊണ്ടിരിക്കും. അപ്പം ടൈം മാനേജ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതായത് ഇപ്പോൾ രാജസ്ഥാനിൽ നിങ്ങൾ ചിലവഴിക്കാൻ പോകുന്നത് 5 ദിവസമാണെങ്കിൽ അത് 4 ദിവസമായിട്ട് ചുരുക്കി ഈ 5 ദിവസത്തെ കാഴ്ചകൾ 4 ദിവസം കൊണ്ട് കണ്ടു തീർക്കാമെങ്കിൽ നിങ്ങളുടെ ചിലവ് 5-1 കുറയും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചിലവ് ചുരുക്കാനുള്ള മാർഗ്ഗങ്ങളായിട്ട് എനിക്ക് തോന്നുന്നത്. ഈ അടുത്ത ചോദ്യം വെച്ചിരിക്കുന്നത് അനന്തുവാണ്. അനന്തുവിൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും വില്ലനായിട്ട് കാണുന്നൊരു സ്ഥലമുണ്ട് ഇപ്പോൾ ലോകത്തുള്ള എല്ലാ മനുഷ്യരും. അത് ചൈനയിലെ വുഹാനാണ്. അവിടെ നിന്നാണ് ഈ കോവിഡ് പൊട്ടിപ്പുറപ്പെട്ടത് എന്നൊക്കെ പറയുന്ന സ്ഥലം. ആ ചോദ്യം രസകരമായ ചോദ്യമാണ്. വുഹാനിലേക്ക് ഒരു പോസ്റ്റ് കോവിഡ് യാത്ര പോയാലോ? കോവിഡ് ഇത്രയും നടന്നു നിൽക്കുന്ന കേരളത്തിൽ ഇത്രയും കാലം ജീവിക്കാമെങ്കിൽ പിന്നെയാണോ അതില്ലാത്ത വുഹാനിലേക്ക് ഇനി പോകാൻ? ഒരു വെല്ലുവിളിയില്ല അതിനകത്ത്. അതൊരു സാധ്യതയാണ്, ഒരു യാത്രയുടെ സാധ്യതയുണ്ടത് അല്ലേ? അടുത്ത ചോദ്യം അയച്ചിരിക്കുന്ന ഒരു കലാകാരനാണ്, ചിത്രകാരൻ എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ജഗദീഷ് നാരായണൻ. അപ്പോൾ അതിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇതാണ്: നിങ്ങൾ സഞ്ചരിച്ച നാടുകളിൽ കലാകാരന്മാർക്ക് അവരെത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? ഒരു ബ്രാക്കറ്റ് നല്ലൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പെണ്ണ് പോലും കിട്ടാത്ത അവസ്ഥയാണ്. വാസ്തവമാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും രാജ്യത്ത് കലാകാരന്മാർ വലിയ മാറ്റങ്ങൾ ആ രാജ്യത്ത് വരുത്തിയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായും. ഞാൻ ഇന്ത്യ വിട്ട് യാത്ര ചെയ്ത് കഴിയുമ്പോൾ എന്നെ മനസ്സിലേക്ക് ആദ്യം വരുന്നൊരു ചിന്ത ഇതാണ്: എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ കലാകാരന്മാർക്ക് വേണ്ടത് പ്രാധാന്യം കിട്ടാത്തത്? സാമാന്യ ജനത്തിൻ്റെ മുന്നിൽ ഒരു കലാകാരൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നിൻ്റെ ജോലി എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു കലാകാരനാണെന്ന് പറഞ്ഞാൽ ആരും പെണ്ണ് കൊടുക്കുമെന്ന് തോന്നുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ കലയ്ക്ക് അല്ലെങ്കിൽ എസ്തെറ്റിക്സിന്, കലാബോധത്തിന് യാതൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല. യാന്ത്രികമായ കുറേ കാര്യങ്ങൾ പഠിച്ച് എന്തോ ജോലിയൊക്കെ ചെയ്ത് കുറേ സമ്പാദ്യം ഉണ്ടാക്കി വർഷം തോറും കുറേ പെൻഷൻ കൃത്യമായി മേടിച്ച് മരിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ജീവിത ലക്ഷ്യമെന്ന് തോന്നുന്നു. കല, സംസ്കാരം, സാഹിത്യം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ജീവിതം അർപ്പിക്കുന്നത് വേസ്റ്റാണ് എന്ന ഒരു വരട്ട് ചിന്തയിലാണ് നമ്മളിപ്പോഴും ജീവിക്കുന്നത്. ജീവിതം എന്ന് പറയുന്നത് കുറേ കണക്കെഴുതി ജീവിക്കുക എന്നുള്ളതോ കുറേ തൊഴിൽ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ശിഷ്ടകാലം മരുന്ന് മേടിച്ച് കഴിച്ച് ജീവിക്കുക എന്നുള്ളതോ അല്ല. മനുഷ്യൻ കലയും ആസ്വാദനവും കൂടെ ചേർന്നതാണ് ജീവിതം. ജീവിതം ആസ്വാദ്യമാകുന്നത് കലാകാരന്മാർ നമുക്ക് ചുറ്റുമുള്ളപ്പോഴാണ്, സംഗീതജ്ഞന്മാർ നമുക്ക് ചുറ്റുമുള്ളപ്പോഴാണ്, ചിത്രകാരന്മാർ അവരുടെ പ്രതിഭ തെളിയിക്കുമ്പോഴാണ്, നല്ല സിനിമകളുണ്ടാകുമ്പോഴാണ്, നല്ല ഗാനങ്ങൾ കേൾക്കുമ്പോഴാണ്, കലയുടെ എന്തെല്ലാം പ്രതിരൂപങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നതാണ് നമ്മുടെ ജീവിതത്തെ ഏറ്റവും സാർത്ഥകവും ആസ്വാദ്യമാക്കുന്നത്. ഇത് മറ്റു പല രാജ്യങ്ങളിലും നമുക്ക്
പ്രകടമാണ്. നിങ്ങൾ ഇന്തോനേഷ്യയിലെ ബാലിയിലേക്ക് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ തായ്ലൻഡിൻ്റെ ഉൾനാടുകളിലേക്ക് ചെല്ലുമ്പോൾ അവിടെയൊക്കെ ആർട്ടിസ്റ്റ് വില്ലേജുകൾ നിങ്ങൾക്ക് കാണാം. ടൂറിസ്റ്റുകൾ കടന്നു പോകുന്ന ഓരോ ഗ്രാമങ്ങളുടെയും ഓരങ്ങളിൽ ശില്പങ്ങൾ, അതിഗംഭീരങ്ങളായ ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ച് അവിടെ അപ്പോഴും പണി നടത്തിക്കൊണ്ടിരിക്കുന്ന കലാകാരന്മാരെ കാണാം. അവരെ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കാണാം. അതുപോലെ തന്നെ ചില പെയിൻറ്റിങ്ങുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കിതെല്ലാം വാങ്ങിക്കൊണ്ട് പോകണമെന്ന് തോന്നുന്ന തരത്തിലുള്ള ഗംഭീര പെയിൻറ്റേഴ്സ് വില്ലേജുകളുണ്ട്. പാശ്ചാത്യ കാലം പറയാത്തത് ഇയാൾക്ക് പടിഞ്ഞാറേ കാര്യം മാത്രമേ പറയാനുള്ളൂ എന്ന് ചിലപ്പോൾ ചോദിക്കുക എന്നുള്ളത് കൊണ്ടാണ്. ഈ ഇന്തോനേഷ്യയിലും മലേഷ്യയിലും തായ്ലൻഡിലും തൈവാനിലും ചൈനയിലും ഒക്കെ കലാകാരന്മാർക്ക് അവർ കൊടുക്കുന്ന ആദരവ് എത്രയെന്ന് കാണുമ്പോഴാണ് നമ്മൾ ഒരു അപരിഷ്കൃത ജനസമൂഹമായി ഇപ്പോഴും ജീവിക്കുന്നു എന്ന് നമുക്ക് തിരിച്ചറിയുന്നത്. കലാകാരന്മാരെ ആദരിക്കുകയും അവരുടെ വാക്കുകൾക്ക് വില കൊടുക്കുകയും ചെയ്യുന്ന സമൂഹമാണ് പരിഷ്കൃത ജനസമൂഹം. ഞാൻ തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതിനോട് 100% യോജിക്കുന്നു. ഭാരതത്തിൽ, ഇന്ത്യയിൽ, കേരളത്തിൽ ഒരു മനപരിവർത്തനം നമ്മുടെ ആളുകളിലൊക്കെ ഉണ്ടാവേണ്ടതുണ്ട്. കലയെ സ്നേഹിക്കുന്ന, കലാപരമായി ചിന്തിക്കുന്ന, എസ്തെറ്റിക് സെൻസുള്ള ആളുകളുണ്ടാവണം. അപ്പോൾ നമ്മുടെ കെട്ടിടങ്ങളുടെ രൂപം മാറും, നമ്മുടെ മനസ്സിൻ്റെ വലിപ്പവും മാറും. അടുത്ത ചോദ്യം അയച്ചിരിക്കുന്നത് ശ്രീജിത്ത് കേസാണ്. അത് ശരിയായ ചോദ്യമാണ്. കാരണം വെച്ചാൽ ഈ സഫാരി ടി വിയിൽ വരുന്ന എല്ലാ പ്രോഗ്രാമുകൾക്കും ഒരു സർവ്വലോക സ്വഭാവമുണ്ട്. ആർക്കും കാണാവുന്ന പ്രോഗ്രാമുകളാണ്. പക്ഷേ പലർക്കും അത് മനസ്സിലാകാത്തത് മലയാളത്തിലായതുകൊണ്ടാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, ഈ പ്രോഗ്രാമുകൾക്ക് എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ കൊടുക്കാത്തത്? ഈ സബ് ടൈറ്റിൽ കൊടുക്കുക വലിയൊരു ജോലിയാണ്. ഈ പ്രോഗ്രാം ഉണ്ടായതിന് ശേഷം, പ്രോഗ്രാം എല്ലാം ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് ഈ സബ് ടൈറ്റിൽ അതിൽ ആഡ് ചെയ്യാൻ. അപ്പോൾ ഇത് മുഴുവൻ ആ സ്ക്രിപ്റ്റ് അനുസരിച്ച് ഒരാൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇതെല്ലാം വീണ്ടും പ്ലേസ് ചെയ്ത് ഓരോ ഷോട്ടിലും ഇത് കറക്റ്റ് ആ വോയിസ് ഓവർ വരുന്ന അതേ ക്രമത്തിൽ ഇത് വെക്കുക എന്ന് പറയുന്നത് ഒരു 1-2 ദിവസം അഡീഷണൽ ആയിട്ട് വേണ്ടി വരുന്നൊരു ജോലി ഓരോ പ്രോഗ്രാമിലും. അപ്പോൾ ഇപ്പോൾ തന്നെ ഈ ടെലികാസ്റ്റിന് തൊട്ട് മുമ്പൊക്കെയാണ് പല പരിപാടിയും റെഡിയായി വരുന്നത്. ഒരു സമയം തെറ്റിക്കാതെ വിടാൻ വേണ്ടിയുള്ളൊരു ഓട്ടപ്പാച്ചിലിനിടയിൽ അതിനോട് സമയം കിട്ടാത്തത് കൊണ്ടാണ്. ഭാവിയിൽ കുറച്ചുകൂടെ ഇൻ്റർനാഷണൽ ഒരു ചാനലായി ചിന്തിക്കുമ്പോൾ സബ് ടൈറ്റിൽ തന്നെയല്ല, സബ് ടൈറ്റിൽ തന്നെ ഇല്ലാതെ ആ ഭാഷയിൽ തന്നെ മാറ്റാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. സബ് ടൈറ്റിൽ തീർച്ചയായിട്ടും കൊടുക്കേണ്ടതാണ്, അതിനുള്ള ശ്രമം ഉണ്ടാവും. അടുത്ത ചോദ്യം ഒരു വെറൈറ്റി ചോദ്യമാണ്. സൈബക്സ് വേൾഡ് എന്ന് പറയുന്ന ഒരു മെയിൽ ഐ ഡി നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, ഒരാൾ ഒരു ആയുസിൽ ഒരു രാജ്യം മാത്രം കാണാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് സന്തോഷം ഏത് രാജ്യം സജസ്റ്റ് ചെയ്യും? ജനിച്ച നാട്, അത് ചൊവ്വേന്നേരം ഒന്ന് കാണുക. പ്രത്യേകിച്ച് ഇന്ത്യ പോലൊരു രാജ്യമാണെങ്കിൽ കാണാൻ മാത്രമുണ്ട്. മറ്റൊരു രാജ്യവും കണ്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇന്ത്യ നന്നായിട്ടൊന്ന് കണ്ടിട്ട് പോയാൽ തന്നെ നിങ്ങൾ ലോകം കണ്ടു എന്ന് നിങ്ങൾക്ക് ആശ്വസിക്കാം. കാരണം ഇന്ത്യ ഒരു സംസ്കാരമാണ്. ഇന്ത്യ ഒരു മിനിയേച്ചർ ലോകം തന്നെയാണ്. എത്രയോ സംസ്കാരങ്ങളുള്ള, എത്രയോ രാജ്യങ്ങൾക്കില്ലാത്ത വൈവിധ്യങ്ങളുള്ള ഒരു നാടാണ്. ഇന്ത്യ കാണുക, ഒരു നഷ്ടവും ഉണ്ടാവില്ല ജീവിതത്തിൽ. അപ്പോൾ അടുത്തൊരു രഹസ്യം ചോദ്യമാണ്, ഒരു നല്ല ചോദ്യം, അതായത് ഭയങ്കര ഉൾക്കാഴ്ചയുള്ള ചോദ്യമാണ്. ലോക വിവരങ്ങൾ മലയാളിക്ക് പരിചയപ്പെടുത്തിയ താങ്കൾ എന്തുകൊണ്ട് മലയാളിയുടെ വിവരങ്ങൾ ലോകത്തെ അറിയിക്കുന്നില്ല? അത് വേണോ? മര്യാദയ്ക്കുള്ള കാണിക്കാമല്ലോ. അത് അടുത്തതായിട്ട് പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഉദ്ദേശിച്ചത് കേരളത്തിൻ്റെ കാണാക്കാഴ്ചകൾ, ഉൾനാടൻ വിശേഷങ്ങൾ, സംസ്കാരങ്ങൾ, നാട്ടുകാഴ്ചകൾ, ഇതൊക്കെയാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ അതെ, അത് ഇപ്പോൾ സഫാരിയിൽ അത് കാണിച്ചതുകൊണ്ട് ആ നാട്ടുകാർ കാണില്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. കാരണം മലയാളത്തിലുള്ള മലയാളികളുടെ ഭൂപ്രദേശങ്ങളിൽ, മലയാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ലഭ്യമാകുന്ന, അല്ലെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു ചാനൽ ഒരിക്കലും ഒരു പാശ്ചാത്യനോ മറ്റു രാജ്യക്കാരോ കാണില്ല. എന്നാൽ അവർക്ക് വേണ്ടിയുള്ള ആ നാട്ടിലെ ഒരു ചാനലിൽ പോയി ഈ പരിപാടി ചെയ്തെങ്കിൽ അവർ കാണും. അതാണ് അതിൻ്റെ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ അമേരിക്കക്കാർക്ക് വേണ്ടിയോ ജപ്പാൻകാർക്ക് വേണ്ടിയോ ഒരു ചാനൽ നടത്തുമ്പോഴേ അതിനകത്ത് ഇത്ര ഒരു പരിപാടി ഇട്ടാൽ അവർ കാണും. മലയാളിക്ക് വേണ്ടി നടത്തുന്ന, ഇപ്പോൾ ജപ്പാനിലോടുന്ന ഒരു ചാനൽ നമ്മളാരും കാണാറില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. ഇത് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു ശാസ്ത്രജ്ഞൻ കൂടെ ഉണ്ട്, ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട് അവിടെ. അദ്ദേഹം ഈ ബ്യൂട്ടി കിട്ടിയിരിക്കുക ഞങ്ങളെല്ലാം കാണിക്കാൻ വേണ്ടി. അദ്ദേഹം പറഞ്ഞു, നാളെയോ? അതെങ്ങനെ പോകാനാ? നിങ്ങളിങ്ങ് വന്നില്ലേ, ആ കപ്പൽ ഇനി എല്ലാ ദ്വീപിലും കറങ്ങി കൊച്ചി പോയിട്ട് തിരിച്ചിനി ഇങ്ങോട്ട് വരും 7 ദിവസം കഴിയുമ്പം. അതേലേ ഇനി നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളിവിടെ കിടക്കുക തന്നെ.